Next topic is lattice. A lattice is a partially ordered set. What is a partially ordered set? A set with a partial order relation is called a partially ordered set. Here, set L with less than or equal is a partially ordered set. അപ്പോൾ നമുക്കറിയാം ഈ ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്ന റിലേഷൻ മാത്രമല്ല വരുന്നത്, ഒരു പാർഷ്യൽ ഓർഡർ റിലേഷനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ ആക്ച്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് എന്ന് പറയുന്നത് എന്താ, ഒരു പാർഷ്യൽ ഓർഡർ റിലേഷനാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ്, ദറ്റ് ഈസ് എഗെയിൻ എ പാർഷ്യൽ ഓർഡർ റിലേഷൻ, ദെൻ സബ്സെറ്റ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഏതൊരു പാർഷ്യൽ ഓർഡർ റിലേഷനെയും നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് എൽ വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ഈസ് എ പാർഷ്യൽ ഓർഡേർഡ് സെറ്റ്, പാർഷ്യലി ഓർഡേർഡ് സെറ്റ്, ഹെൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. അപ്പോൾ എൽ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് വിത്ത് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ in which every pair of elements has a least upper bound. അപ്പോൾ എൽ എന്ന് പറയുന്നത് ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റാണ്. അതെപ്പോഴാണ് ലാറ്റിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇഫ് എവരി പെയർ ഓഫ് എലമെൻറ്റ്സ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ദറ്റ് ഈസ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് മീൻസ് supremum. If every pair of elements in L, എല്ലിനകത്തുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും എന്തുണ്ടായിരിക്കണം? അതിന് ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം, ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ദറ്റ് ഈസ് GLB or infimum. Then L is called a lattice. ഇപ്പോൾ L എന്ന് പറയുന്ന ലാറ്റിസ് ആകുന്നത് എപ്പോഴാണ്? ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിട്ടുള്ള L എന്ന് പറയുന്നത് ലാറ്റിസ് ആകണമെന്നുണ്ടെങ്കിൽ എല്ലിനകത്തുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിന് ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം, ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണം. എ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് L വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻ വിച്ച് every pair of elements has a least upper bound, that is LUB, and a greatest lower bound, that is GLB, is called a lattice. Then the least upper bound or supremum, ഈ പറഞ്ഞത് least upper bound or supremum of the subset set AB. ഇപ്പോൾ സെറ്റ് എ ബി എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എൽ ആണ്. എൽ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിനകത്തുള്ള ഒരു സബ്സെറ്റാണ് എ സെറ്റ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആണ്, പെയറാണ് അല്ലേ? എയും ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ പെയറാണ്. ആ രണ്ട് എലമെൻറ്റ്സിന് എന്തുണ്ടായിരിക്കണം? എവരി പെയർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എൽ ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് ലാറ്റിസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെറ്റ് എ ബി എന്ന് പറയുന്നത് എല്ലിനകത്തുള്ള രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ ഈ സെറ്റ് എ ബിക്ക് ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം, ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എ ബി സബ്സെറ്റ് ഓഫ് എൽ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ദറ്റ് ഈസ് എ ജോയിൻ ബി. നമ്മൾ സിമ്പിളാണ് ഇട്ടത് എ ജോയിൻ എന്നാണ് ഇത് വായിക്കുന്നത്. നമ്മൾ പ്രപ്പോസിഷണൽ കാൽക്കുലസിൽ പഠിച്ച ഡിസ്ജങ്ഷൻ്റെ സിമ്പിൾ, സെയിം സിമ്പിൾ തന്നെയാണ് ഇവിടെ ജോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ജോയിൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ എ ജോയിൻ ബി. ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എ ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ജോയിൻ ബി, ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, നമ്മൾ ജനറലി എ ജോയിൻ ബി എന്നത് ഇതുപോലെയാണ് മിക്കവാറും എല്ലാ ടെക്സ്റ്റിലും കൊടുക്കുന്നത്.
പക്ഷേ ചില ടെക്സ്റ്റുകളിൽ ഒന്നിലധികം നൊട്ടേഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ ഒരു സിമ്പൽ കൊടുക്കാം, എ ജോയിൻ ബി എന്ന് കൊടുക്കാം, ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ പ്ലസ് ബി എന്ന് കൊടുക്കാം, ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി. അപ്പോൾ ഇതിന് ജോയിന് ഒന്നിലധികം നൊട്ടേഷൻസ് അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജനറലായിട്ട് എ ജോയിൻ ബി എന്ന് ഇതുപോലെയാണ് എഴുതുന്നത്, എ ജോയിൻ ബി. അപ്പോൾ എ ജോയിൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് എ ജോയിൻ ബി എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ജോയിൻ അല്ലെങ്കിൽ മറ്റൊരു വേർഡും പറയുന്നുണ്ട്, ഓർ സം ഓഫ് എ ബി എന്നും പറയുന്നുണ്ട്. സം ഓഫ് എ ബി, എ ബിയുടെ സം ആണെന്നും പറയും. നമ്മൾ സമ്മ സാധാരണ യൂസ് ചെയ്യാറില്ല, ജോയിനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ജോയിൻ എന്ന് പറഞ്ഞാൽ ഓർ ഇറ്റ് ഈസ് കോൾഡ് സം ഓഫ് എ ബി, എ ബിയുടെ സമ്മായിട്ടും നമ്മൾ പറയും. ദെൻ അത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? എ ബി എന്ന് പറയുന്ന എല്ലിൽ എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും. ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് എ ബി ഈസ് ഡിനോട്ടഡ് ബൈ, ദറ്റ് ഈസ് എ മീറ്റ് ബി. മീറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. എ മീറ്റ് ബി, എ മീറ്റ് ബി സിമ്പല് നമ്മൾ പ്രൊപ്പോസിഷണൽ കാൽക്കുലസിൽ കൺജങ്ഷൻ്റെ സിമ്പൽ എന്താണോ ആ സെയിം സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റിനെ അല്ലെങ്കിൽ എന്ത് പറയും? ഇവിടെ ജോയിനെ സം എന്ന് പറഞ്ഞാൽ മീറ്റിനെ എന്തെന്ന് പറയും? പ്രോഡക്റ്റ് എന്നും പറയാം, പ്രോഡക്റ്റ് ഓഫ് എ ബി എന്നും പറയാം. മീറ്റ് ഓർ പ്രോഡക്റ്റ് ഓഫ് എ ബി. അതുപോലെ തന്നെ ഒന്നിലധികം നൊട്ടേഷൻസും ഇവിടെ പറയുന്നുണ്ട്. either it is denoted by a star b or a dot b or a intersection b. അപ്പോൾ ഇത് മറ്റ് നൊട്ടേഷൻസ് ആണ്. എ സ്റ്റാർ ബി എന്ന് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ ഡോട്ട് ബി എന്ന് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വേണമെങ്കിൽ നൊട്ടേഷൻ കൊടുക്കാം. ഏതിനാണ്? മീറ്റിന്. ഇപ്പോൾ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? GLB, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് എ ബി ഈസ് ഡിനോട്ടഡ് ബൈ എ മീറ്റ് ബി. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി. ഇപ്പോൾ എയും ബി എന്ന് പറയുന്ന എല്ലിനകത്തുള്ള എലമെൻറ്റ്സ് ആണ്. ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിനൊരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണം, ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം. ആ എ ബി എന്ന് പറയുന്ന, എയും ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ജോയിൻ ബി എന്നാണ് പറയുന്നത്. എ ജോയിൻ ബി എന്നാണ് പറയുന്നത്. അതിൻ്റെ നൊട്ടേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എ ജോയിൻ ബി. ഇനി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എ ബി ഈസ് ഡിനോട്ടഡ് ബൈ എ മീറ്റ് ബി. സിമ്പിൾ ഇതാണ്, എ മീറ്റ് ബി. നമ്മൾ വായിക്കേണ്ടത് എ മീറ്റ് ബി എന്ന് റീഡ് ചെയ്യാം. ദെൻ ദി എക്സാമ്പിൾ ഓഫ് ലാറ്റിസ്. ലാറ്റിസിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. Consider the poset set 1, 2, 4, 8, 16, divides. Consider the poset, partially ordered set 1, 2, 4, 8, 16, divisor of. ഡിവൈസർ ഓഫ് എന്നുള്ള സിമ്പലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിവൈസർ ഓഫ്. അപ്പോൾ ഇത് ഒരു പോസെറ്റ് ആണെന്ന് പറഞ്ഞു, പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹാസി ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 ഈസ് റിലേറ്റഡ് ടു 2, 1 റിലേറ്റഡ് ടു 2, 2 ഈസ് എ ഡിവൈസർ ഓഫ് 4, so 2 റിലേറ്റഡ് ടു 4, 4 ഈസ് എ ഡിവൈസർ ഓഫ് 8, so 4 റിലേറ്റഡ് ടു 8. Then 8 is a divisor of 16. So 8 related to 16. അപ്പോൾ ഇതിൻ്റെ ഹാസി ഡയഗ്രാം നമ്മൾ റിലേഷൻസ് എഴുതി, ആ റിലേഷൻസിൽ നിന്ന് റിഫ്ലക്സീവും ട്രാൻസിറ്റീവ് ആയിട്ടുള്ളതെല്ലാം അവോയ്ഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാസി ഡയഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ വരും. 1 related to 2, 2 related to 4, 4 related to 8 and 8 related to 16.
അപ്പോൾ ഇതിൽ നമുക്ക് ഏത് രണ്ട് എലമെൻസിനും എന്തുണ്ടായിരിക്കണം? ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം, ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ലാറ്റിസ് എന്ന് പറയും. ഏത് രണ്ട് എലമെൻസ് എടുത്താലും. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് ഇവിടെ 4ഉം 8ഉം ഞാൻ എടുക്കുന്നു. സെറ്റ് 4, 8. ഇതിൻ്റെ അപ്പർ ബൗണ്ട്സുകൾ ആരൊക്കെയാണ്? 4, 8. ഇതിൻ്റെ അപ്പർ ബൗണ്ട്സുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം 16ഉം ഉണ്ട് 8ഉം ഉണ്ട്. അപ്പർ ബൗണ്ട്സ് ഓഫ് 4, 8 that is equal to 16, 8. ഈ അപ്പർ ബൗണ്ട്സിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആരാണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 16ഉം 8ലും അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് 8. അപ്പോൾ 4, 8 ആയിരുന്നു എലമെൻറ്റ്സ്. അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആര് വന്നു? അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ആരാണോ ആ നമ്പറാണ് വന്നത്. അതുപോലെ തന്നെ ഇതിൽ ലോവർ ബൗണ്ട് നോക്കിയേ. ലോവർ ബൗണ്ട് ഇതിൽ 4, 8ൻ്റെ ലോവർ ബൗണ്ട്സ് എന്ന് പറയുമ്പോൾ 1 വരും, 2 വരും, 4 വരും അല്ലേ? 1, 2, 4 ഈ 3 എലമെൻസും ലോവർ ബൗണ്ട്സ് ആണ്. ദെൻ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് 4, 8. അപ്പോൾ 4, 8ൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്ന ആര് വരും? അതിലെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 4 ആണ് വരുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന 4, 8 ആയിരുന്നു. ആ 4, 8ൽ മിനിമം വാല്യൂ ആണ് ആരായിട്ട് വന്നിരിക്കുന്നത്? മിനിമം ആരാണോ ആ മിനിമമാണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയിട്ടുള്ള 4 ആയിട്ട് വന്നിരിക്കുന്നത്. 4, 8 ആണ് എലമെൻറ്റ്സ് എടുത്തത്. അതിൽ 8 എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിട്ട് വന്നു. അതിലെ മിനിമം വാല്യൂ ആരാണോ ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയിട്ട് വന്നു. അപ്പോൾ ഇതിൽ അകത്തുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടും, അതിൽ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിന് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഇതിനെ ഒരു ലാറ്റിസ് എന്ന് പറയാം. സെറ്റ് 1, 2, 4, 8, 16 അതിന് പറഞ്ഞിരിക്കുന്ന പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് എന്ന് പറയുന്ന റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഡിവൈസർ ഓഫ് എന്നുള്ള പാർഷ്യൽ ഓർഡർ റിലേഷൻ വെച്ചിട്ട് ഇതൊരു ലാറ്റിസ് ആണെന്ന് കിട്ടും. കാരണം എന്താ? ഈ സെറ്റിനകത്തുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും ഏത് രണ്ട് എലമെൻറ്റ്സിനും ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കും, ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും. ഇതിലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആരായിരിക്കും? നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ് ആരാണോ അതിലെ ബിഗ്ഗസ്റ്റ് നമ്പറിനെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നും പറയും, സ്മോളസ്റ്റ് നമ്പറിനെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്നും പറയും.